കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഫുൾ ഫോർമാറ്റ്സും കൊണ്ടാണ്. നമ്മൾ എന്തൊക്കെ ഫോർമാറ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതെന്ന് ആലോചിക്കുക. ലെറ്റ്സ് ഗോ ടു ദ ഫോർമാറ്റ്. അപ്പോൾ ഇത് ആദ്യം ഇമെയിലിന്റെ ആണ്. നമ്മൾ ഫ്രോം അഡ്രസ് എഴുതുക, ടു എഴുതുക, പിന്നെ സബ്ജക്ട് എഴുതുക. നിങ്ങൾ അറിയാലോ മെയിൽ ആണ്. ചുമ്മാ അഡ്രസ് എന്ന് എഴുതിയാൽ പോരെ. മെയിൽ ID ഇപ്പം marina.joseph@gmail.com എന്ന്, അല്ലെങ്കിൽ ടു matthewjoseph@gmail.com അങ്ങനെയുള്ള. സബ്ജക്ട് എന്താണെന്ന് എഴുതുക. സല്യൂട്ടേഷൻ, ബോഡി, യോർ സിൻസിയർലി, നെയിം. ഇനി അടുത്തത് ഫോർമൽ ലെറ്റർ ആണ്. നെയിം ആൻഡ് അഡ്രസ്, പിന്നെ ഡേറ്റ് എഴുതുക, സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, ബോഡി ഓഫ് ദ ലെറ്റർ, കൺക്ലൂഷൻ, യുവേഴ്സ് ലവിംഗ്ലി. ഇത് ഇൻഫോർമൽ ലെറ്റർ ആണ്. യുവേഴ്സ് ലവിംഗ്ലി എന്നാണ് ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ എഴുതുക. എന്നിട്ട് പേരെഴുതുക. അടുത്തതെന്ന് പറയുന്നത് ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററിൽ നമ്മൾ ആരാണ് അയക്കുന്നത് എന്നുള്ള പേരും അഡ്രസ്സും, തീയതി എഴുതുക, ആരാണ് റിസീവ് ചെയ്യുന്നതെന്നുള്ള പേരും അഡ്രസ്സും, സബ്ജക്ട് എഴുതുക, സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, ബോഡി അല്ലെങ്കിൽ മാറ്റർ, കൺക്ലൂഷൻ, പിന്നെ എഴുതേണ്ടത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുക. എന്നിട്ട് പേരെഴുതുക. അടുത്തെന്ന് പറയുന്നത് റൈറ്റപ്പ് ആണ്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫ്രം ടോപ്പിക് അല്ലെങ്കിൽ സ്റ്റോറി. ഇൻഫറൻസ് എന്താണ്? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് സ്റ്റോറി ഓർ ടോപ്പിക്? വാട്ട് ആർ യു ടേക്കിംഗ് ഹോം? നിങ്ങൾ എന്താണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്? പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൺക്ലൂഷൻ ആണ്. അടുത്തത് ബ്ലോഗ് റൈറ്റിംഗ് ആണ്. ടെക്സ്റ്റിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ പറ്റിയാണ് ബ്ലോഗ് എഴുതുന്നത് എന്നുള്ള ടൈറ്റില്. ഇപ്പം നിങ്ങൾ ഇതൊരു പുസ്തകത്തിന്റെ എക്സാമ്പിൾ ആണ് മിസ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റിന്റെ പേര് എഴുതുക, റൈറ്ററിന്റെ പേര് എഴുതുക, മന്തും ഡേറ്റും എഴുതുക, ഇയറും എഴുതുക, എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതുക. കാരണം ബ്ലോഗ് എഴുതുന്നത് നിങ്ങളാണ്. ഇനി റൈറ്റ് എവറിത്തിങ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട്. അപ്പൊ നിങ്ങൾ എന്തിനെ പറ്റി, ഇപ്പൊ ഒരു ടെക്സ്റ്റിനെ പറ്റിയാണ് എഴുതുന്നത്, ഒരു ടെക്സ്റ്റ് വായിച്ചു, അപ്പം അതിനെ പറ്റിയാണ് ബ്ലോഗ് എഴുതുന്നതെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതേണ്ടതോ അതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ബ്ലർബ് റൈറ്റിംഗ് ആണ്. വേണ്ടത് ടൈറ്റിൽ ആണ്. അത് സെന്റർ അലൈൻഡ് ആയിരിക്കണം. എഴുത്തുകാരന്റെ പേര്, റൈറ്റേഴ്സ് നെയിമും സെന്റർ അലൈൻഡ് ആയിരിക്കണം. ബുക്ക് നെയിം, ഓത്തർ നെയിം. പിന്നെ നിങ്ങൾ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഭയങ്കര അമേസിങ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു നോവലാണ്, ഷോർട്ട് സ്റ്റോറി ആണ്, എസ്സേ ആണ്, പോം ആണ്. ജോൺർ എന്താണെന്ന് അതിനകത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ടോക്ക് അബൌട്ട് വാട്ട് ആൻഡ് ഹൗ. ഇത് എന്തിനെ പറ്റിയാണ്, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, എത്ര വണ്ടർഫുൾ ആണ് എന്നൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാമ്പിൾ ആണ് തരുന്നത്. വെർജീനിയ വൂൾഫ് ആണെന്ന് വിചാരിക്കുക. പുള്ളിക്കാരി ആരാണെന്ന് എഴുതുക. പോയറ്റ് ആണോ, എസ്സേയിസ്റ്റ് ആണോ, നോവലിസ്റ്റ് ആണോ എന്നുള്ളത് എഴുതുക. എന്നിട്ട് എന്താണ് വെർജീനിയ വൂൾഫിന്റെ കോൺട്രിബ്യൂഷൻ സാഹിത്യത്തിലേക്ക് എന്നുള്ളത് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് പുള്ളിക്കാരിയുടെ പുസ്തകത്തിൽ സംസാരിക്കുന്നത്? വാട്ട് ഡസ് ഹി ഷീ ദേ സ്പീക്ക് അബൌട്ട് ഇൻ ദിസ് ബുക്ക്. ഈ ബുക്കിൽ എന്താണ് സംസാരിക്കുന്നത്? പിന്നെ കൊമന്റ്, എന്താണ് ടോണ്, എന്താണ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്നൊക്കെ അതിനെപ്പറ്റി എഴുതുക. അതിൽ നിങ്ങളുടെ അഭിപ്രായത്തെ അതിൽ രേഖപ്പെടുത്തുക. പിന്നെ വാട്ട് മേക്സ് ഇറ്റ് എ മസ്റ്റ് റീഡ്. എന്താണ് ഇതിനെ നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകമാക്കി മാറ്റുന്നത്, എന്ത് ഫാക്ടർ ആണെന്ന് എഴുതാനും നിർബന്ധമായിട്ട് ശ്രമിക്കുക. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണ്. ഹെഡ്ലൈൻ, ബൈലൈൻ, സ്റ്റാഫ് റിപ്പോർട്ടർ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് ഇമാജിൻ ചെയ്യാം. ഡേറ്റും പ്ലേസും എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു കോളൻ ഇട്ടിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. പാരഗ്രാഫ് 1 ഹൂ, വാട്ട്, വൈ, വെയർ, വെൻ എന്നുള്ളതിന് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. പാരഗ്രാഫ് 2 എന്തൊക്കെയാണ് ഇവന്റ്സിന്റെ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് കൺക്ലൂഷൻ എഴുതുക. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ പാരഗ്രാഫ്സ് എഴുതുമ്പോൾ പാരഗ്രാഫ് 2 നിങ്ങൾ കോട്ട്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. എന്താണ് പീപ്പിൾ പറഞ്ഞത്, എന്താണ് ആൾക്കാർ പറഞ്ഞത്, എന്തൊക്കെ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ അണ്ടർവേ ആണെന്ന് ആര് പറഞ്ഞു? പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ പറയുന്നു വന്ന കാർ അമിത വേഗത്തിലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കോട്ട്സ് ഇതിനകത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഒരു ബോക്സിലായിരിക്കണം. അടുത്തത് TV സ്ക്രിപ്റ്റ് ആണ്. അപ്പം TV സ്ക്രിപ്റ്റിന് ഇതാ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് വീഡിയോ എങ്ങനെയാണ് ഫേഡ് ഇൻ ചെയ്യേണ്ടത്, ഓഡിയോ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെയാണ് ഈ സാധനങ്ങളെന്നും ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ജോബ് ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഫ്രം നെയിമും അഡ്രസ്സും എഴുതുക, ഡേറ്റ് എഴുതുക, ടു നെയിമും അഡ്രസ്സും എഴുതുക, സബ്ജക്റ്റ് എഴുതുക, സല്യൂട്ടേഷൻ എഴുതുക, കണ്ടന്റ്, ഇൻട്രോ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം, താങ്കിങ് യു, സിൻസിയർലി, എന്നിട്ട് പേരെഴുതുക. അടുത്തതെന്ന് പറയുന്നത് റെസ്യൂമേ ആണ്. പേര്, അഡ്രസ്സ്, ഇമെയിൽ ID, ഒബ്ജക്റ്റീവ് എന്താണ്, ഫോൺ നമ്പർ എഴുതുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതുക. ഓർക്കണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എഴുതുമ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ആദ്യം എഴുതുക. നിങ്ങളൊരു മാസ്റ്റർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി
12th and 10th അങ്ങനെ വേണം എഴുതാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അപ്പം നിങ്ങൾക്ക് 2025 എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വേണം 2024 എക്സ്പീരിയൻസ് എഴുതാനായിട്ട്. പിന്നെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, സ്കിൽസ് എന്തൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാം, പിന്നെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് ഈ ഡിക്ലറേഷൻ, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദി അബവ് ഗിവൺ ഇൻഫർമേഷൻ ആർ ട്രൂ ആൻഡ് കറക്റ്റ് to the best of my knowledge and if found otherwise I alone shall be responsible, thanking you എന്നിട്ട് അവിടെ എഴുതുക, ഒപ്പിടുക. ഇനിയുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ആണ്. എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എഴുതുക? ഏതൊക്കെ ഡിഗ്നിറ്ററീസ് ആണ് അവിടെ ഉള്ളതെന്നനുസരിച്ച് ഓഡിയൻസിനെയും ഡിഗ്നിറ്ററീസിനെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു തുടങ്ങുക. എന്നിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, എന്നിട്ട് ഇറ്റ് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് പ്ലഷർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓണർ, ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ബിഫോർ യു. ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ദി എമിനന്റ്, ട്രെയിൽ ബ്ലേസിംഗ്, ഇൻസ്പയറിംഗ്, ക്രിയേറ്റീവ്, ആർട്ടിസ്റ്റിക്, പാഷനേറ്റ് എക്സെട്ര. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് അപ് ടു യു, യു ചൂസ് യുവർ ഓൺ വേർഡ് അല്ലേ, എക്സെട്ര. ഫോർ എന്തിനാണ്, വാട്ട് ഹാവ് ദേ ഡൺ, ഈ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മനുഷ്യൻ എന്തിനാണ് ഫേമസ്, അപ്പോൾ വാട്ട് ആർ ദേ ഫേമസ് ഫോർ എന്നുള്ളത് എഴുതുക. മിസ്റ്റർ, മിസ്, എന്നിട്ട് ആരാണ്, പേര് പറയുക. ഹൂ ഇസ് മിസ്റ്റർ എന്ന് പേരെഴുതുക, അല്ലെങ്കിൽ മിസ് എന്ന് മിസ് മെറീന ഹൂ ഈസ് എൻ എഡ്യൂക്കേറ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതുക. എന്നിട്ട് റൈറ്റ് അബൌട്ട് ദം, നിങ്ങൾ അവരെ പറ്റി കുറച്ച് എഴുതുക. അത് കഴിഞ്ഞ് I would like to conclude my words expressing my gratitude to have been able to introduce such amazing talent അല്ലെങ്കിൽ amazing personality before you. Thank you. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ്സ് എല്ലാം ഇതിനകത്ത് ഒരു ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് തന്നിട്ടുണ്ട്. താങ്ക് യു.